നമ്മളിന്ന് പോകാൻ പോകുന്നത് ഇതേ ഒരു സീ ഹൗസിലേക്കാണ്. അലയുടെ പപ്പയും മമ്മിയുടെയും സീ ഹൗസാണിത്. എപ്പോഴും ഇവർ പറയും ഞാൻ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. കാരണം എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കേസാണ് കടലിൽ പോയി കിടക്കുക എന്നുള്ളത്. കാരണം ഇവരെ സംബന്ധിച്ച് 2 ദിവസം കഴിയുമ്പോൾ ഇവർക്ക് വന്ന ടാൻ അങ്ങ് പോകും. എൻ്റെ കേസിൽ അങ്ങനെയല്ല, 2 ദിവസമല്ല 2 മാസം എടുത്താലും എൻ്റെ മുഖത്ത് വന്ന ടാൻ അങ്ങ് മാറിയില്ല. കരിവണ്ട് പോലെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കേസാണ് ഈ കടലിലേക്കുള്ള ഈ യാത്ര എന്നുള്ളത്. ഈ സീ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്ക് ഇഷ്ടമില്ലാത്ത കേസാണ്. ഇപ്രാവശ്യം ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഒരു താപ്പും ഉണ്ടായിരുന്നില്ല ഒഴിഞ്ഞു മാറാനായിട്ട്. അപ്പം വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനുണ്ട്, ആന്ധ്രയുണ്ട്, അതുപോലെ തന്നെ കിരിയുണ്ട്, അലയുടെ മമ്മിയും പപ്പയും ഉണ്ട്. ഈ വീഡിയോ എടുക്കുമ്പോൾ ആന്ധ്രയ്ക്ക് 1 മാസം പോലും ആയിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ഇതില്ല, എത്ര ദിവസമായിട്ടുള്ള കുട്ടീനെ വേണമെങ്കിലും കൊണ്ട് ഇവർ പുറത്തേക്ക് പോകും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവരുടെ ഇത്. അപ്പോൾ ഇത് കാണുന്നതാണ് നമ്മുടെ സീ ഹൗസ്. അപ്പം മുകളിൽ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സീ കാണാൻ പറ്റും, കടൽ കാണാൻ പറ്റും. ഞാനപ്പോൾ ജസ്റ്റ് സൂം ചെയ്തൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇവിടെ ഇപ്പം പെയിൻറ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീട് ഫുള്ളും അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളൂ. ഇനി ഞാൻ പോകില്ലെന്ന് തന്നെ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്ന വരവല്ലേ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അലയുടെ പപ്പയും അമ്മയും ഒട്ടുമിക്ക വീക്കെൻഡും ഇവിടെ ആയിരിക്കും കേട്ടോ അവർ സ്പെൻഡ് ചെയ്യുന്നത്. അത് കൂടുതലും സമ്മറിൽ. വിൻ്ററിൽ എന്തായാലും വന്നിട്ട് കാര്യമില്ലല്ലോ. വിൻ്ററിൽ ജസ്റ്റ് ഇവർ വീട് വൃത്തിയാക്കിയിടാനൊക്കെ ജസ്റ്റ് വന്നിട്ട് പോകുള്ളൂ. എന്താ പറയുക, സമ്മർ മിക്കപ്പോഴും ഇവർ ഇവിടെ തന്നെയായിരിക്കും. ഇതാണ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നേരെ ഇറങ്ങിപ്പോകുന്നത് ഒരു ബാൽക്കണി ഉണ്ട്, ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറിയ 2 റൂമുണ്ട്, പിന്നെ ഒരു ബാത്റൂം ഉണ്ട് 2nd ഫ്ലോറിൽ. ഈ ബാൽക്കണിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത്ര നന്നായിട്ട് സീ കാണാൻ പറ്റില്ല, എന്നാലും കാണാൻ പറ്റും. വിശാലമായ കടൽ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് റൂമിൻ്റെ അകം നമുക്ക് കാണണ്ടേ. ഇതാണ് ആദ്യത്തെ ചെറിയൊരു റൂം. പെയിൻറ് പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഫുള്ള് പെയിൻ്റായിട്ട് കിടക്കുന്നത്. ഇവിടെ ഒരു TV ഉണ്ട്, പിന്നെ അപ്പുറത്ത് വേറൊരു റൂമുണ്ട്. ഇതും അലങ്കോലമായിട്ട് തന്നെ കിടക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ബാത്റൂം. ഇതൊരു മുകളിലുള്ള ബാത്റൂം. പിന്നെ വീണ്ടും നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് പോവാം. സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഈ പറയുന്ന എന്താ പറയുക കിച്ചണിലേക്കാണ് പോകുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ എന്താ പറയുക ഒരു സിറ്റ് ഔട്ട് പോലെ ചെറിയൊരു ഏരിയ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. പിന്നെ വരുന്നത് ഇങ്ങനെയുള്ള ഏരിയ ആണ്. അവിടെ തന്നെ കിച്ചണും ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞു ബാത്റൂമും ഉണ്ട്. നമ്മൾ അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നു, എന്താ പറയുക, മൊത്തത്തിലൊന്നും ജസ്റ്റ് കണ്ടു. പിന്നെ ഫുള്ള് ഇവിടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കിടക്കാറുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എന്താ പറയുക, കടലിലേക്കാണ് പോകുന്നത്. സീ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഇറ്റാലിയൻ വേർഡ് കയറി വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെന്നോട് ക്ഷമിക്കണം, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കത്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു പ്ലാന്റ് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ചെടി വന്നിട്ട് ഭയങ്കര സ്മെല്ലാണ്, നമ്മുടെ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാണ് ഈ ചെടിക്ക്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ്. അങ്ങനെ നമ്മൾ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല വൈബൊക്കെയാണ്. എൻജോയ് ചെയ്യുന്നവർക്ക് നല്ല വൈബാണ്. എന്നെ സംബന്ധിച്ച് എനിക്കിതൊന്നും ഒരു വൈബായിട്ട് തോന്നാറില്ല. എനിക്ക് ഈ വെയിലെന്ന് പറഞ്ഞ സംഭവം അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്കിതൊന്നും വലിയ വൈബായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇവിടെ എന്താ പറയുക, എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്ന ടൈം അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എപ്പോൾ ക്ലോസ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്നപ്പോൾ അലയുടെ പപ്പയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു, അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ആന്ധ്രയുടെ ആദ്യത്തെ കടൽ കാഴ്ചയായിരുന്നു ഇത്. ആന്ധ്രയുടെ ലൈഫിൽ ആദ്യമായിട്ട് ആന്ധ്ര സീ കാണുന്നത് ഇന്നായിരുന്നു. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഒത്തിരി തണുപ്പില്ല, എന്നാൽ അധികം വെയിലും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അധികം നേരം നിൽക്കാനായിട്ട് എനിക്കൊരു പേടിയായിരുന്നു, കൊച്ചിന് എന്തെങ്കിലും വയ്യാണ്ടാവുമല്ലോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അധികം നേരം അവിടെയും സ്പെൻഡ് ചെയ്തില്ല. ഫുഡ് നമുക്ക് വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാം, പക്ഷെ ഞങ്ങൾ കുക്ക് ചെയ്തില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ പെയിൻ്റ് അടിയും കാര്യങ്ങളായതുകൊണ്ട് അവിടെ കുക്കിങ്ങും നടപടിയാവണ കേസല്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് എത്തി. റെസ്റ്റോറൻറ്റ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ എന്താ പറയുക ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഈ കാണുന്നത് അലസ്യവും അലയുടെ പപ്പയും ഓർഡർ ചെയ്തായിരുന്നു. എൻ്റെ ഫുഡ് വരുന്നുള്ളൂ. എൻ്റെ ഫുഡ് ഇച്ചിരി വെറൈറ്റി ഫുഡാണ് കേട്ടോ.
എനിക്ക് കൂടുതലും എന്താ പറയുക നോൺ വെജ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെജാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. പക്ഷേ ചീസിൻ്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ഞാൻ ചെയ്യാറില്ല. ചീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓർഡർ ചെയ്ത ഡിഷിൻ്റെ പേര് പാസ്ത പത്താത്തെ കോൺ പ്രോവള എന്നുള്ളൊരു ഡിഷായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കുറവിലായിരിക്കുമല്ലോ നമുക്ക് കിട്ടാറുള്ളത്. പക്ഷേ ഇത് ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു. എനിക്കത് കംപ്ലീറ്റ് ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് എൻ്റെ ബാലൻസ് അലസ്യമാണ് കഴിച്ച് തീർത്തത്. കാണുന്ന പോലെ തന്നെ എന്താ പറയുക ടേസ്റ്റിനും ഒരു കുറവില്ല. ഭയങ്കര നല്ല ടേസ്റ്റായിരുന്നു ഇത്. പിന്നെ ഇതാ വന്നിട്ട് അലസ്യോൻ്റെ ഡിഷായിരുന്നു. പിന്നെ ചെറിയൊരു പിzzയും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് നമ്മുടെ നാട്ടിലെ കോക്കാൻ ചാള എന്താ പറയുക കുഞ്ഞിച്ചാളയില്ലേ അതായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് പർമിജാനോ ആയിരുന്നു. ഇത് നമ്മുടെ വഴുതനങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നൊരു ഡിഷാട്ടോ ഇത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചത് വീട്ടിലേക്ക് വരുന്ന വരവാണ് കാണുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ഒരു ദിവസത്തെ ഇങ്ങനെയാണ് പോരുന്നത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബായ്.